മനുഷ്യരുടെ യാത്രകൾ വളരെ ആധുനികവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനാൽ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നേരിട്ടുള്ള വിമാന സർവീസുകൾ അത്യാവശ്യവുമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ 4 വിമാനത്താവളങ്ങളുണ്ട്. എന്നാൽ ഒരു വിമാനത്താവളം പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ എന്ന് നോക്കാം. ആദ്യം വരുന്നത് വത്തിക്കാനാണ്. കത്തോലിക്ക സഭ വിശ്വാസികൾ വലിയ പ്രാധാന്യത്തോടെ കാണുന്ന രാജ്യമാണ് വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര പരമാധികാര രാജ്യമാണിത്. നിരവധി ആളുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. വിമാനത്താവളമില്ലാത്ത ഈ രാജ്യത്തേക്ക് റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് സന്ദർശകർക്ക് എത്താൻ സാധിക്കുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയും സിസ്റ്റൈൻ ചാപ്പലും എല്ലാമുള്ള വത്തിക്കാനിലേക്ക് തീർത്ഥാടകരായി മാത്രം എത്തുന്നത് ലക്ഷങ്ങളാണ്. അടുത്തതായി വരുന്നത് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള രാജ്യമായ ആൻഡോറയാണ്. മലയോരത്തുള്ള രാജ്യമായതുകൊണ്ടാണ് ഇവിടെ വിമാനത്താവളം ഇല്ലാത്തതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സ്പെയിനിലോ ഫ്രാൻസിലോ വിമാനം ഇറങ്ങിയാൽ മാത്രമേ ആൻഡോറയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വിമാനത്താവളം ഇല്ലെങ്കിലും വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണിത്. സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയക്കും ഇടയിലുള്ള ചെറിയ രാജ്യമായ ലിസ്റ്റൻസ്റ്റൈൻ ആണ് അടുത്തതായി വരുന്നത്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് വിമാനത്താവളത്തിൽ ഇറങ്ങി വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. സൂറിച്ചിൽ നിന്ന് 120 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ലിസ്റ്റൻസ്റ്റൈനിൽ എത്താം. റോഡ്, റെയിൽ മാർഗം വഴിയാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. വിമാനത്താവളം ഇല്ലെങ്കിലും മറ്റു യാത്രാമാർഗങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കുകളിൽ ഒന്നാണ് സാൻ മാരിനോ. ഇറ്റലിയുമായി അതിർത്തി പങ്കിടുന്ന ഈ രാജ്യത്ത് വിമാനത്താവളമില്ല. ഇറ്റലിയിലെ റിമിനി വിമാനത്താവളമാണ് അടുത്തുള്ളത്. അവസാനമായി വരുന്നത് ഫ്രാൻസിനോട് ചേർന്നുള്ള മൊനാക്കോ എന്ന കൊച്ചു രാജ്യമാണ്. ഇവിടെയും വിമാനത്താവളമില്ല. ഫ്രാൻസിലെ വിമാനത്താവളത്തിൽ ഇറങ്ങി മൊനാക്കോയിലേക്ക് വണ്ടി പിടിക്കാം. കൂടാതെ യാത്രക്കാരെ എത്തിക്കാൻ ഹെലികോപ്റ്റർ സർവീസും ഉണ്ട്. ആഡംബര ടൂറിസത്തിന് പേരുകേട്ട പ്രദേശമാണിത്. ചൂതാട്ട കേന്ദ്രവും നിരവധിയാണിവിടെ.